ഹായ് ഓൾ, ദിസ് ഇസ് ഷീതൽ. വെൽക്കം ടു SPSC. LDCക്കായി ഒരുങ്ങുന്നവരാണ് നിങ്ങളെല്ലാവരും. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആഴത്തിലുള്ള വായന അനിവാര്യമാണ്. നമുക്ക് ഒരു തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് 51/2026 ക്വസ്റ്റ്യൻ ആണ്. തുടങ്ങാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന. വാസ്കോ ഡ ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498 ആയിരുന്നു. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം 1599. ഓപ്ഷൻ സി 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഇനി ഓപ്ഷൻ ഡി, ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധമാണ് 1741 കുളച്ചലിൽ യുദ്ധം. അപ്പൊ ഏതാണ് കൂട്ടുകാരെ തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ ബി ആണ്. മറ്റു ഓപ്ഷൻസ് നോക്കാം. വാസ്കോ ഡ ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498 മെയ് 20. അപ്പോൾ അത് ശരിയാണ്. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ തൂക്കിലേറ്റിയത് 1600. 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധമാണ് 1741 കുളച്ചിൽ യുദ്ധം. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ രണ്ടു പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ എ, മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം 1772 ആണ്. ഹെർമൻ ഗുണ്ടർട്ട് 1845 പ്രസിദ്ധീകരിച്ച മലയാളം പത്രങ്ങളാണ് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ. ഓപ്ഷൻ സി, ചർച്ച് മിഷൻ സൊസൈറ്റി 1812 കോട്ടയത്ത് ഒരു കോളേജും സെമിനാരിയും സ്ഥാപിച്ചു. ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ഭരണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1841. ഏതാണ് രണ്ട് പ്രസ്താവനകൾ അടങ്ങുന്നത്? ശരിയായ രണ്ട് പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും. ഏതൊക്കെയാണ്? മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം 1772. ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ഭരണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് 1841. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓപ്ഷൻ എ, ബോംബെ ഡെക്കാൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നു. ഓപ്ഷൻ ബി, ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കുന്നു. ഓപ്ഷൻ സി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു. ഓപ്ഷൻ ഡി എന്താ? സന്താളുകളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ഏതാണ് ഇതിലെ ശരിയുത്തരം? മൂന്നാമത്തെ ഓപ്ഷൻ ബി ആണ്. ആദ്യം വരുന്നത് ബി, ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കുന്നു. എന്നാണ്? 1773. ഇനി രണ്ടാമത് ഏതാ വരുന്നത്? ഓപ്ഷൻ സി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു. ഓപ്ഷൻ എ, ബോംബെ ഡെക്കാൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കി. ലാസ്റ്റ് ആണ് സാന്താളുകളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. സാന്താൾ കലാപം നടന്നത് 1855. അത് ആരൊക്കെയാണ് അതിന് നേതാക്കള്? സിദ്ധുവും കാനുവും. നാലാമത് ക്വസ്റ്റ്യൻ, താഴെ തന്നവയിൽ നിന്നും ശരിയായ രണ്ടു പ്രസ്താവനകൾ ഉള്ള ഓപ്ഷൻ കണ്ടെത്തുക. ശരിയായ രണ്ട് പ്രസ്താവനകൾ നോക്കാം. ഓപ്ഷൻ എ, 1892 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചത്. ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ചു. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9 ആയിരുന്നു. ഓപ്ഷൻ സി,
1915 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി 1915 ഫെബ്രുവരിയിൽ നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. ഓപ്ഷൻ ഡി. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഏതാണ്? ബി ആൻഡ് ഡി. എന്താ പറയണത്? ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ചു. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9 ജനുവരി 9 എന്താണ്? പ്രവാസി ഭാരതീയ ദിവസാണ്. ഇനി ഓപ്ഷൻ ഡി എന്താണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ്? ബീഹാറിൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസറുകൾ തന്നിരിക്കുന്നത് തെറ്റാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1921. 1934 മാവോയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് 1949. ഈ ആറാമത് ക്വസ്റ്റ്യൻ. താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ജോയൽ മൊക്കിർ, ജോൺ എം മാഗ്നസ്, ഫിലിപ്പെ ആഗിയ, പീറ്റർ ഹൗറ്റ്. ആരാണ്? ഓപ്ഷൻ ബി ആണ്. 2025 ഊർജതന്ത്രത്തിന് നോബൽ കിട്ടിയത് ജോൺ എം മാഗ്നസ് ആണ് കേട്ടോ. ഏഴാമത് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത. ഓപ്ഷൻ ഡി ആണ് പറയണത്. 130 സി ആണ്. എട്ടാമത് ക്വസ്റ്റ്യൻ. നദീ സമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 150 മീറ്റർ മുതൽ 600 മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ്, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിക്ക് നദീ സമതലങ്ങളിൽ നിന്നും ഏകദേശം ഉയരം 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ ആകൃതി എന്താ? ക്രമരഹിതമായ ത്രികോണാകൃതി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ ഡാഷ് എന്നറിയപ്പെടുന്നു. 9 ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്താണ്? നീർത്തടങ്ങൾ. എട്ടാമത് ക്വസ്റ്റ്യൻ നോക്കാം. നദീ സമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? എട്ടാമത് ഉത്തരം 8 സി ആണ്. 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗവും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം എത്രയാണ് പറഞ്ഞത്? 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ ആകൃതി എന്താ? ക്രമരഹിതമായ ത്രികോണ ആകൃതി. ഒമ്പതാമത് ക്വസ്റ്റ്യൻ. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ ഡാഷ് എന്നറിയപ്പെടുന്നു. എന്താണ്? ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ ഒമ്പതാമത് ഓപ്ഷൻ എ ആണ്. നീർത്തടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് നീർത്തടം? ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയും അറിയപ്പെടുന്നത് നീർത്തടം. ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്നത് എന്താ? ജലവിഭാഗം. നദീതടങ്ങൾ എന്താണ് പറയണത്? വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് നദീതടങ്ങൾ, റിവർ ബേസിൻ. പത്താമത് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്നവയിൽ വിവിധ ഇനം വരൾച്ചകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വിവിധ ഇനം വരൾച്ചകളുമായി. പത്താമത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. എല്ലാം ശരിയാണ്. നോക്കാം.
ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ലഭിക്കേണ്ട മഴയുടെ അളവ് ദീർഘകാലയളവിൽ കുറയുന്ന സാഹചര്യമാണ് കാലാവസ്ഥ പരമായ വരൾച്ച എന്ന് പറയുന്നത്. വിളകൾക്ക് വളരാൻ ആവശ്യമായ മണ്ണിന്റെ ഈർപ്പത്തിലെ കുറവിനെയാണ് കാർഷിക വരൾച്ച എന്ന് പറയുന്നത്. വിവിധ സംഭരണികളിലും ജലഭൃതങ്ങൾ, തടാകങ്ങൾ, അണക്കെട്ടുകൾ തുടങ്ങിയവയിലും വർഷണത്തിന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിലും താഴേക്ക് ജലലഭ്യത കുറയുന്നതാണ് ജലപീഠ ശോഷണ വരൾച്ച. അപ്പോൾ 1, 2, 3, 4 ശരിയാണ്. 1, 2, 3 ഓപ്ഷൻ ശരിയാണ്. 11ാമത് ക്വസ്റ്റ്യൻ. ഭൂമിശാസ്ത്ര മേഖലാ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, കാർൽ റിട്ടർ ആണ്. 12. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. 12 ഓപ്ഷൻ ബി ആണ്, താപ വിപര്യം എന്നറിയപ്പെടുന്നു. അന്തരീക്ഷത്തിൽ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്ന തോതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി എന്താന്ന് നോക്കാം. സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനം അറിയപ്പെടുന്നതാണ് ഭൂമിയുടെ താപ ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത്. 13ാമത് ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. 2 ബോക്സുകൾ തന്നിട്ടുണ്ട്. അതിൽ 13ാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 1 ബി, ദശവർഷ പദ്ധതി. ആരാണ്? എം വിശ്വേശ്വരയ്യ. 2 ഗാന്ധിയൻ പ്ലാൻ ആണല്ലോ. ഏതാണ്? SN അഗർവാൾ. 3 സി, ദേശീയ ആസൂത്രണ കമ്മിറ്റി ആരാ? ജവഹർലാൽ നെഹ്റു. ബോംബെ പ്ലാൻ JRD ടാറ്റ. 14ാമത് ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? 14ാമത് ഓപ്ഷൻ ഡി ആണ്, ബ്രസീൽ. ഏറ്റവും വലിയ ഇരുമ്പ് ഖനി കാരജാസ് എവിടെയാ സ്ഥിതി ചെയ്യുന്ന രാജ്യം? ബ്രസീൽ. 15ാമത് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ പേര് കണ്ടെത്തുക. 1982 നിലവിൽ വന്നു. കാർഷിക മേഖല വികസനം, ഗ്രാമീണ വികസനം എന്നിവ ആയിരുന്നു. പിന്നെ 3ാമത് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഗ്രാമീണ വായ്പയുടെ ഒരു ഉന്നത സ്ഥാപനമാണ്. ഏതാണ് കൂട്ടുകാരെ? 15ാമത് ഓപ്ഷൻ സി, നബാർഡാണ്. 1982 നിലവിൽ വന്നത്. കാർഷിക മേഖല വികസനം, ഗ്രാമീണ മേഖല വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകി. ഗ്രാമീണ വായ്പയുടെ ഒരു ഉന്നത സ്ഥാപനമാണ് നബാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണെന്ന്? 16 ബി, ഇവയൊന്നുമല്ല. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.